ഹലോ എവരിവൺ, വെൽക്കം ടു ദ അനദർ എപ്പിസോഡ് ഓഫ് മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അയല വെച്ചിട്ട് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് കിട്ടുന്ന നല്ല മുളകിട്ട കറിയില്ലേ, അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ റെസിപ്പിയിൽ പറയുന്നത് കേട്ടോ. അപ്പം നമുക്കത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ നമ്മൾ സാധാരണ മീൻ കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനൊരു ഏകദേശം ഒരു 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് നല്ല പോലെ ഒന്ന് വാടി കിട്ടുന്നിടം വരെ, അതായത് ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്നും മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കതൊരു പദത്തേക്ക് മാറ്റാം. എന്നിട്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഇതേപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും, അതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇത് രണ്ടും കൂടി മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒരു പേസ്റ്റ് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചോളൂ, കുഴപ്പമില്ല. ഇനി നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് പൊട്ടിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കാം. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതും കൂടി പറയണേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം കറിവേപ്പില ഉണ്ടോ അത്രത്തോളം ചേർത്തോളൂ. കറിവേപ്പില നല്ലതാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് തീ നല്ല പോലെ സ്ലിമ്മിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ വളരെ കുറച്ച് വയ്ക്കണം, കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ല മൂത്ത് വരുന്നതിൻ്റെ മണം ഏകദേശം അറിയാമല്ലോ. അപ്പം നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന പിന്നെ തക്കാളിയുടെയും ചെറിയുള്ളിയുടെയും പേസ്റ്റ് ഇല്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. പിന്നെ നമ്മൾ ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഈ മുളകിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഈ അരപ്പിൻ്റെ ഒന്ന് നല്ല വേവിച്ചെടുക്കുക ഇളക്കിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ പിന്നെ പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ഇത്രയും ചാറ് പോരല്ലോ, അപ്പം നമുക്ക് ലൈറ്റായിട്ട് ചെറിയൊരു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതിന്ന് തള വരുന്നിടം വരെ നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ അയില ചേർത്തെടുക്കുക. ഞാനിത് നീളത്തിൽ തന്നെയാണ് ഇടുന്നത്. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് വേവിച്ചെടുക്കണം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് തവിയും കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് തവിയൊന്നും ഇടരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് വേകുകയും ചെയ്യും, അതല്ല പൊടിഞ്ഞു പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അയലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ലാസ്റ്റ് സ്റ്റേജ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ മീൻ കറികളിൽ നിന്നും ഇത് വ്യത്യസ്തമാണെന്ന്. അപ്പം നമുക്കൊരു സോസേജ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4-5 ചെറിയുള്ളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി ഉണ്ടല്ലോ, ആ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് അതൊന്ന് പെട്ടെന്നൊന്ന് മൂടി വെക്കണം. കാരണം ഇതിൻ്റെ മണം വെളിയിൽ പോകാണ്ടിരിക്കാനാണ്. ആ മണം ആ കറിയിലേക്ക് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറി റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയലക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കൂ.